തകർന്ന കിനാവിന്റെ മയ്യത്ത് ബാബുരാജിൻ്റെതാണ്. അതെ അതെ, ഞാൻ ഓരോ അത് ബാബുക്കാന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴാണ് അതിന്റെ മധുരം, അതിന്റെ അവസ്ഥ. ചിരിക്കുന്നോരോ പകലിലും അകതാരിൽ നീ മാത്രമായിരുന്നു, എൻ്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ എൻ്റെ കുറെ താഴങ്ങടിക്കാർ ഉണ്ട്, കൂട്ടുകാരുണ്ട്. അല്ല, എന്നാലും ആ മണ്ണിനോടൊരു ഭയങ്കര വൈകാരികത അല്ലേ? അപ്പോൾ ഞാൻ മൊയ്തീനോട് ഇതൊക്കെ വെച്ചു, പിന്നെ അല്ല TP വധക്കേസിന്റെ സിനിമ TP 51 വിട്ട് എവിടം വരെ എത്തി, എന്നൊരു നോട്ടം. ഞാൻ ചോദിച്ച കേട്ടിട്ടില്ല എന്ന് കരുതി ഞാൻ പിന്നെയും ചോദിച്ചു. വലിയൊരു ആശയം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഉപ്പാക്ക് പറ്റാതെ പോയ ഇത് ആഗ്രഹങ്ങളാണ്. കണ്ണടച്ച നീയാണ് ഫാത്തിമ. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരാൾക്ക് ഒരു കൂട്ടുകാരൻ, നല്ല കൂട്ടുകാരൻ ഉണ്ടാകുന്നത് നല്ലതാണ്. മജീദ് ദുബൈയിൽ നിന്ന് ഇപ്പോൾ വന്നാണോ? ക്യാമറ മുമ്പിൽ പേടിയുണ്ട്. നാട്ടിലല്ല ദമ്മാണല്ലോ ഫുള്ളിലെ ദമ്മ മതാറോന്നല്ലോ. ഇപ്പൊ അടുത്ത് മജീദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, പാടാലോ. അതായത് അതും വടകരയുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഷ്കറിന്റെ ജ്യേഷ്ഠൻ അടുത്ത് കഴിഞ്ഞ കൊറോണ ബാധിച്ച് മരിച്ചുപോയത്. അദ്ദേഹം ഇതൊരു പാട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പയെ കുറിച്ച് ചെയ്ത്. കുട്ടിക്കാലത്തെൻ്റെ കൈയും പിടിച്ചുപ്പ കൂടെ നടത്തിയിടും, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉപ്പാന്റെ കണ്ണു നിറഞ്ഞിടും. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു മജീദിനെ കൊണ്ട് അഭിനയിപ്പിക്കണം. അപ്പൊ ഞാന് ഷൂട്ടിങ് കാണാൻ വരും. ഞാൻ പറയും, മജീദ് ചെറിയൊരു അനങ്ങണ്ടേ, ഞാൻ വരൂല, ഒരിക്കലും വരൂല. പക്ഷെ മജീദിനെ പോലെ ഞാൻ ഇന്ന് താമസിക്കുന്ന നാട്ടിൽ എനിക്കൊരു കൂട്ടുകാരുണ്ട്. ഞാൻ ഇന്ന് വളരെ ഇരിങ്ങൽ കോട്ടക്കലാണ്. ഏകദേശം രൂപ നല്ല സുഹൃത്തുക്കളുണ്ട്. നസീർ മജ്ലിസ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, അടിപൊളി കലാകാരൻ. എനിക്കറിയാം, നസീർക്ക് നല്ല കല, നല്ല ഹാർട്ടുള്ള ആളാണ്. അറിയാലേ, കൽബ് കറക്റ്റ് ആണ്. അപ്പൊ എനിക്കറിയാം. ഞാൻ മൂപ്പരെ വീട്ടില് ഒരിക്കല് നൗഷാദ്, നമ്മളെ മുല്ലപ്പൂ നൗഷാദ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്, എന്റെ കൂട്ടുകാരൻ, അവിടെ പോയിട്ട് അലാക്കിന്റെ അവരിക്കഞ്ഞ ആയതാ. രാവിലെ പുറ്റും കടലേക്ക് കൊണ്ടു തരുമ്പോ ഞാൻ പുറ്റും കടലേ അയക്കി. അലാക്കിന്റെ അവരിക്കഞ്ഞി ആയിട്ട് അവിടെ കിടന്ന്, അപ്പൊ എന്നെയൊക്കെ നല്ല ബ്രദറിനെ പോലെ അങ്ങനെ ഒരു കെയർ ചെയ്ത്. വീട്ടിന്റെ പേരെന്താ? അതാ മജ്ലിസ്. അതെ അതെ, അദ്ദേഹമാണ്. ആ മുല്ലപ്പൂനെ മജ്ലിസ് കൂട്ടിയതാന്ന് കുഴപ്പമായ. അപ്പോ രാവിലെ പുട്ടും കടലേക്ക് അപേക്ഷയുണ്ട്. കാരണം ഈ നമ്മുടെ മൊയ്തുക്കാരൻ ഓരോരുത്തര നിങ്ങളുടെ തുടക്കമൊട്ടൊരിക്കെല്ലാം ഭാഗ്യം കിട്ടി. ഞാൻ തൊട്ടെല്ലാം സത്യം എനിക്കറിയുന്ന. അതായത് അപ്പോ നേരത്തെ ഖാലിദ് പാട്ട് പാടുമ്പോ എനിക്ക് അതിന്റെ വിഷ്വൽ അറിയില്ല, ആരോ ചെയ്തു. പക്ഷെ ഈ പാട്ട് അഷ്കറിന്റെ ജ്യേഷ്ഠൻ ഏത് മ്യൂസിക് ഞാൻ പാടിയ പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നില്ല. ആ പാട്ടിൽ അഭിനയിച്ച് എൻ്റെ ഈ ഇന്റർവ്യൂ എന്തെങ്കിലും ഇന്റർവ്യൂ എന്ന് പറയാൻ നമുക്ക് ഇന്റർവ്യൂ അല്ല, വർത്താനം. ആ പാട്ടിൽ അഭിനയിച്ച നസീർ ഖാന്റെ ആ സീന്, അതെനിക്ക് പാട്ടും, കാരണം അതിന്റെ ലിറിക്സ് ആ മരിച്ച അത് വിഷ്വൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ടെക്നിക്കൽ ടീമായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അതങ്ങനെ ഒരു സമർപ്പണമാണ്. എം കുഞ്ഞു മൂസയിലേക്ക് തന്നെ തിരിച്ചു വരാം അല്ലേ? മാസൂമുക്ക ഒരു സെൻട്രൽ കഥാപാത്രം. മാസൂമുക്ക ഡാൻസ് കളിക്കൂ, മാസൂമുക്ക ഒരു കഥാപാത്രമാണ്. മാസൂമുക്ക താജുവിന്റെ കുടുംബത്തിലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ്. എൻ്റെ അടുത്ത ആളാ, എൻ്റെ ഉപ്പയുടെ ഒരു സ്വന്തം ആളാ. അപ്പാൻ്റെ ഒക്കെ കൂടെ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പിന്നെ ഡാൻസൊക്കെ കളിക്കും, പിന്നെ ചീത്തയൊക്കെ പറയും. ചീത്ത പറയുന്നതിനൊന്നും കയ്യും കണക്കൊന്നും ഉണ്ടാവില്ല. ഫസലൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇവിടെ നാട്ടിൽ ഉംറ കഴിഞ്ഞു വന്നു. ആ, ഫസലൊക്കെ ഉണ്ടോ? ഫസലൊക്കെ ബഹ്റൈനിൽ. ആ, ബഹ്റൈനിലാണ്. ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ രചന SV ആയിരുന്നു. മ്യൂസിക് ചെയ്ത് പാടിയോ നമ്മള്? അത് പാടിയില്ലല്ലോ. അതിന്റെ പല്ലവി ഒന്ന് പാടിത്തരും എനിക്ക്. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പാട്ട് മൂസക്ക എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു എനർജി ഫോം ഉണ്ട്. SV ഉസ്മാൻ സാഹിബിൻ്റെതാണ് രചന. മ്യൂസിക് ചെയ്തത് ഉപ്പയാണ്, പാടിയതും ഉപ്പയാണ്. പിന്നീട് ഷെരീഫൊക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നി ഇതല്ലേ? ഷെരീഫൊക്കെ വേദി പാടിയിട്ടുണ്ട്, മൂസക്ക പാടിയിട്ടുണ്ട്. മൂസക്ക പാടിയിട്ടുണ്ട്. പിന്നെ
നമ്മുടെ ആസിഫ് കാപ്പാട് ആ ശിവ നന്നല്ല മൈലാഞ്ചേരി അതെ അതെ ഗസലിനോട് ഒരു പടം. ആ ഇന്നലെ പൊന്മണിപ്പൂങ്കുഴി ഇവിടെ പൊന്മണിപ്പൂങ്കുഴി സ്റ്റൈലുണ്ടല്ലേ, ഒരുപാട് സ്റ്റൈലിൽ പാടും. പാതിര അങ്ങനെ പാടും. ആതിര പൂമരത്തിൽ താരകപ്പൂവിരിൻ അങ്ങനെ ഒരു നേരം പാടിയ പോലെയല്ല പാടാം. വേറെ സ്റ്റൈലാണ് ഉപ്പാന്റെ പ്രസന്റേഷൻ. ഉപ്പ പാടുമ്പോ സത്യം പറയാം ദർജപ്പൂ ദർജപ്പൂ ഒരു സൂപ്പർ ഹിറ്റ് സാധനമായിരുന്നു. ദർജപ്പൂ ചെയ്യുന്ന ഒരു കാലത്ത് ഉപ്പ കമ്പോസ് ചെയ്യുമ്പോ ഒക്കെ താജ് പോയി ഇരിക്കാറൊക്കെ ഉണ്ടോ പൊതുവെ ഉപ്പാന്റെ ഒരു അങ്ങനെ ഏറ്റവും കൂടുതൽ വെറുപ്പ് ഒരു കാര്യത്തിലായിരുന്നു. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഉപ്പാന്റെ റൂട്ടില് ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇപ്പൊ തൊടുന്നൊക്കെ ഒരു ഭയങ്കരമായ രാഗങ്ങളും അങ്ങനെയുള്ള ഒരു നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത ഹിന്ദുസ്ഥാനിയിലെ ചില സാധനങ്ങളൊക്കെയാ മൂപ്പര് കൈവെക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓജരാജാവായാലും ഈ സാധനമായാലും ഇപ്പൊ ദർജപ്പൂ ആയാലും ഒക്കെ അതിലൊക്കെ ഉപ്പാൻ്റെ അടുത്ത് അടുക്കൂലായിരുന്നു താജു? ഇല്ല, ഞാന് അങ്ങനെയല്ല, മാനസികമായിട്ട് ഞാൻ പറയും ഈ പ്രൊഫഷണലി വളരെ കൃഷ്ണ മാഷോട് പറയും, വീട്ടി മുരളി എന്നോട് പറയും, മറ്റൊരുപാട് ആൾക്കാരോട് ഇപ്പൊ പറയും ഇവനെ ഒന്ന് എവിടെയെങ്കിലും ഒരു പിന്നെ സംഗീതം പഠിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിക്കണം. മാഷ് എത്രയോ തവണ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് അയക്കും. അതായത് ഉപ്പ മാഷും എല്ലാവരും ചെയ്ത പോലെ തന്നെ ഒരുപാട് സംഗതികൾ ചെയ്ത പാട്ടുകൾ കമ്പോസ് ചെയ്ത ആളാണെങ്കിലും ഉപ്പാക്ക് അടിസ്ഥാനമായിട്ട് പെട്ടി വായിക്കുന്നത് അങ്ങനെയല്ല, അതിന്റെ തലങ്ങൾ അറിയില്ല. ഉപ്പ ജന്മസിദ്ധമായ ഒരു എന്തോ കഴിവോട്ട് മ്യൂസിക് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അത് ഇപ്പൊ തന്നെ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനൊന്നും കൂട്ടുന്നില്ല, അതായത് അത് അനുസരിച്ചില്ല. പിന്നെ പാട്ട് പാടാൻ ഭയങ്കര ശോകഗാനങ്ങളോട് എനിക്കിഷ്ടം. അങ്ങനെ അന്ന് കല്യാണ വീടുകളിലൊക്കെ ഞാൻ കൂടുതലും ഈ ശോകഗാനങ്ങളാണ് പാടാൻ. ആ ഓഡിയൻസ് ഉണ്ടായിരുന്നു, നമ്മളെ പയ്യോളി, വില്യാപ്പള്ളി, വടകരക്കാർക്ക് നമ്മളെ മെലഡീസ് എന്നെ കൊണ്ടാകുന്ന പോലെ. അന്നത്തെ നമ്മൾ പേരും പ്രശസ്തി ഒന്നുമില്ലല്ലോ, ജീവിതമാർഗവും ഇഷ്ടവും. പക്ഷേ ഈ സമയത്തൊക്കെ യാദൃശ്യമായിട്ട് ചില പാട്ടുകൾ നമ്മളോട് പാടിപ്പോകും അറിയാതെ. അതിൻ്റെ എല്ലാം ബേസ് ഇവരൊക്കെ ചെയ്ത ഓരോ സംഗതികൾ തന്നെ. ഉപ്പയുടെ ചില പാട്ടുകളുടെ പ്രത്യേകത, ഉപ്പ പാടുമ്പോൾ എനിക്ക് ഉപ്പ ശോകഗാനം പാടും. ചിലപ്പോൾ എൻ്റെ ഫാദർ ആയതുകൊണ്ടായിരിക്കാം, ആ ബ്ലഡ് റിലേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഉപ്പ പാടുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. പക്ഷെ പിന്നീട് വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അത്ര ഹൃദയം കൊടുത്തുള്ള ഒരു ആലാപനായിരുന്നു ഞാൻ ആസ്വദിച്ചതെന്നുള്ളത്. എൻ്റെ ഉപ്പ എന്നുള്ളതല്ല, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഫാദറെ കൊണ്ട് പറയുന്നതല്ല, ഞാൻ കണ്ട ജീവിതത്തിൽ നേരിട്ട് കണ്ട അപൂർവം ലെജൻസുകളിൽപ്പെട്ട ഒരാളാണ് പ്രിയപ്പെട്ട. എന്തോ അത് രാഘവ മാഷ് പറഞ്ഞിട്ടുണ്ട്, രവിമേനോനോ രവിപിള്ള അങ്ങനെ എന്തോ. ഇപ്പൊ മരിച്ചപ്പോ ഔദ്യോഗിക ബഹുമതി കൊടുത്തത് പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രത്തിന്റെ ഹെഡിങ് തന്നെ, ചുമടെടുത്ത് പാട്ട് പാടിയവന്റെ മാഷും അതെ അതെ അതെ, ചുമടെടുത്ത് പാട്ട് പാടിയവൻ വിട പറഞ്ഞു എന്നാണ് നമ്മുടെ തിക്കോടി ബഷീർ. അതെ അതെ അതെ, പാട്ടും ചുമന്ന രാഗങ്ങൾ, പാട്ടും ചുമന്ന രാഗങ്ങൾ. അതെ അതെ, പാട്ടും ചുമന്ന രാഗങ്ങൾ. ഒരുപാട് ജീവിതമായ ക്ലേശങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ മഹാന്മാരൊക്കെ പൊതുവെ അറിയാതെ ചിലപ്പോൾ മ്യൂസിക് ചെയ്യുമ്പോൾ ചില പാട്ടുകളൊക്കെ ഇപ്പൊ MG സാർ പാടിയിട്ടുണ്ട്, ഷെരീഫ് പാടിയിട്ടുണ്ട്, കൊല്ലം ഷാഫി പാടിയിട്ടുണ്ട്. ഈ ദറജപ്പൊക്കെ ന്യൂസ് ഇപ്പൊ ദറജപ്പൊക്കെ ആളുകൾ എഴുതി കൊടുക്കുന്ന പാട്ടാണ്. വേറെ പ്രത്യേകതകളുണ്ട് ഉപ്പയുടെ ചില പാട്ടുകൾ. ഈ ദർജപ്പൂ ആയിക്കോട്ടെ, അവൽ ഫജർ ആയിക്കോട്ടെ, ഏതാണ് ഈ ഷൗക്കത്തി ആയിക്കോട്ടെ, ഇപ്പൊ അവൽ ഫജർ പൊട്ടും നേരം പാറി വന്നതോ നീ സ്വർണ്ണപ്പൂവമ്പിളി പോലൊരു സുന്ദരി പെണ്ണേ, നിന്റെ പേരെന്താ മുത്തേ, നിന്റെ നാടുതാണ് പൊന്നെ, ഇന്നെനിക്ക്
അതിന്റെ മുമ്പേ ഒരു പാട്ട് പറഞ്ഞിരുന്നല്ലോ താജു, ഇങ്ങനെയുള്ള മ്യൂസിക് ഉപ്പിയാണോ ചെയ്തേ? എഴുതിയൊക്കെ. അപ്പൊ ആ സമയത്ത് അതൊക്കെ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഉപ്പ അത്യാവശ്യം നല്ല വയസ്സുള്ള സമയം ഈ ദർജപ്പൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ എന്ത് സുന്ദരമായ മൂസപ്യാപ്പളുടെ ദറജപ്പു, അത് ശരിക്കും നമ്മളെ എന്നെയൊക്കെ ഞാനൊക്കെ റിയാലിറ്റി ഷോ ഓപ്പൺ ചെയ്യുമ്പോൾ കുട്ടികൾ വന്നിട്ട് നമ്മളോട് കൺസോൾ വന്നിട്ട് ദർജപ്പ് പാടട്ടെ സർ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഇതെന്റെ എം കുഞ്ഞി മൂസ സാഹിബല്ലേ എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നമ്മള് പാട്ടുകാരനല്ലോ, കൽബൊക്കെ പ്രയോഗിക്കുക, എന്നിട്ട് അത് അങ്ങനെ തന്നെ പാടുക. എം കുഞ്ഞി മൂസന്റെ പല പാട്ടുകളിലും കൽബ് കയറും, കൽബ് കടല് പോലെ കയറി അടിക്കും. കൽബ് ഹാർട്ടിന് തൊട്ടിട്ട് പാടുന്ന ബാബുക്കാണ് നമുക്ക് കാണിച്ചത്. ഒരു ബാബുക്കാന്റെ ഒരു സാധ്യത, ഈ ബാബുക്കാന്റെ ഒരു പാട്ട് ഒന്ന് പാടി താജു. ഉപ്പാന്റെ ഒരു, അതായത് ബാബുക്കാനെ ഫോളോ ചെയ്ത, ബാബുരാജിനെ ഫോളോ ചെയ്ത ഒരു രീതി കാണാം ഉപ്പാന്റെ പാട്ടിലൊക്കെ. ബാബുക്കാർ ഫോളോ ചെയ്തെന്നല്ല അതിന് പറയണ്ടേ. അതായത് അവരൊക്കെ ചെയ്ത ക്രിയേഷൻസ് ഇന്നും നാളെയും നിലനിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് അവർ മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ അത്യാവശ്യം അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കും. അന്നത്തെ കലാകാരന്മാർ ജീവിക്കാൻ മറന്നുപോയാണ്. ഒരുപക്ഷെ വേറൊരു തലത്തിൽ അവരാണ് ജീവിച്ചത്. അവരാണ് ഇപ്പോഴും ജീവിക്കുന്നത്, എന്നും ജീവിക്കാം. കാരണം ഞാനൊക്കെ ഇന്നത്തെ ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഓടുന്നുണ്ടാവും. പക്ഷെ അവർ ചെയ്ത പാട്ട് ഇപ്പം ബാബുക്ക താരമേ താരമേ നിന്നുടെ നാട്ടിലും ഓരോ ക്രിയേഷന് ഓരോ പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് ബാബുരാജിന്റെ. അതെ അതെ, ഞാൻ ഓരോ പാട്ട് അത് ബാബുക്കാന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴാണ് അതിന്റെ മധുരം, അതിന്റെ അവസ്ഥ. പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് കിട്ടി പിടിച്ചു ആ മൂഡ്, അവരെ പാട്ടിന് ട്യൂണിനും അവരുടെ ശബ്ദവും കൂടി ചേരുന്ന എന്തൊരു സുന്ദരമായ, അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ കുറച്ച് എങ്ങനെയാണ് ഹൃദയം കൊടുത്ത് പാടുക. ഇപ്പോൾ അടുത്ത് അബ്ഷർ കോട്ടക്കൽ എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് ഇപ്പോൾ ദുബൈയിലാണ്. എൻ്റെ AC അഷ്കർ, നമ്മളൊക്കെ ഇവിടെ അബ്ഷർ എഴുതി അഷ്കർ AC സംഗീതം ചെയ്തു. എൻ്റെ കോട്ടക്കലിൻ്റെ പാട്ടാണെന്ന് പറയും, വളരെ കോട്ടക്കലിൻ്റെ പാട്ടാണെന്ന് പറയും. ഞാനിപ്പോൾ ആ നാട്ടുകാരാണ്. അപ്പോൾ ആ പാട്ടിനൊക്കെ ട്യൂൺ അവരിട്ടിട്ട് ഞാൻ എന്ന ചെറിയൊരു പാട്ട്, എൻ്റെ ഉള്ളിൽ ഉള്ള ചെറിയൊരു കഴിവുണ്ടല്ലോ, അത് വെച്ച് പാടുമ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ പണ്ടേ ബാബുക്കയുടെ പാട്ടുകളെ പോലെയുള്ള പാട്ടുകൾ കേട്ട് ആ മെലോഡീസ് ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ പാട്ടുകളെ പ്രത്യേകം ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഉപ്പയുടെ പാട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ആ പാട്ട് പാടുമ്പോൾ എന്നാൽ കൊണ്ട് കഴിയുന്നത് പോലെ ആ പാട്ടിൻ്റെ വരികളിൽ ആ സംഗീതത്തിൽ ചേരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ചിരിക്കുന്നോരോ പകലിലും അകതാരിൽ നീ മാത്രമായിരുന്നു, എൻ്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. ജീവിതക്കോലായി ഞാനിരിക്കും നേരം ചാറ്റൽ മഴയായി വന്നവൾ എൻ്റെ മനസ്സുള്ളിൽ കുളിർത്തിന്നലായി തഴുകി. അന്നെൻ്റെ നെഞ്ചിലെ രാഗവും താളവും തെറ്റാതെ പാടിയ ഗായിക നീ, തെറ്റാതെ പാടിയ ഗായിക നീ. കരയുന്നോരോ രാവിലും ചിരിക്കുന്നോരോ
അത് എനിക്ക് തോന്നുന്നു എൻ്റെ ആശകളില്ലാതെ എന്ന പാട്ടിന് ശേഷം എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയൊരു പാട്ടാണ്. അതായത് അതിൻ്റെ രചനയും അക്ഷർ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടൻ ആദ്യമായിട്ട് എഴുതിയൊരു വഴി. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച പാട്ടുകാരൻ ആരാണ് താജുവിന്? എൻ്റെ ഉപ്പ. വരൂ. പിന്നെ അത്ഭുതത്തോടെ ഇഷ്ടമുള്ള ഒരുപാട് പാട്ടാണ് റഫീ സാബ്, മെഹദി സാഹിബിനെയും ഗുലാബിനെയും ദാസേട്ടനെയും ഇന്നത്തെ തലമുറ ഷഹബാസ് ഖാനെയും റാസാബി, പിന്നെ ഉമ്പായിക്കയുടെ എനിക്ക് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ തന്നെ പൊതുവെ എന്നെ അറിയുന്ന ആളാണ്, എല്ലാവരും എനിക്ക് പരിപൂർണമായിട്ട് അക്ഷരങ്ങൾ പുറത്തു വരാം. എൻ്റെ നേച്ചർ, എൻ്റെ ജന്മ അന്ന് മുതൽ ഇന്ന് വരെയുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉമ്പായിക്കയിൽ കണ്ടൊരു പ്രത്യേകം, എല്ലാവരും ദാസേട്ടനെ കുറിച്ച് ഓരോ വാക്കും ഒരു വരിയും വള്ളിയും പുള്ളിയും സ്ഫുടതയാർന്ന ആലാപന രീതിയാണ്. ഇപ്പൊ ഇനിയും ഒരു മരിക്കാത്തൊരോർമകൾക്കൊരുപാട് നനവുണ്ടിരിക്കലും പൊഴിയാത്ത കണ്ണീർ, സ്ത്രീ എന്ന വിപത്തിൻ്റെ കപടത കാണാൻ കഴിയാതെ പോയൊരു ആത്മവിലാപത്തിൽ. നമ്മളെ ഈ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഈ മുത്തുമുത്ത് ഷഹനായി എന്ന് പറയുന്ന ഒരു ആൽബം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ല വ്യൂവേഴ്സ് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പക്ഷെ അതിൽ നല്ല പാട്ടുണ്ടായിരുന്നു, എല്ലാ പാട്ടും നല്ല മറ്റേ മുത്തുമുത്ത് കുയിൽ അതിന്റെ പല്ലവി ഒന്ന് പാടിയാ അത് നമ്മൾ വിഷ്വൽ ചെയ്താണ്. മുത്തുമുത്ത് കുയിലേ കുയിലേ സ്നേഹം തരുമോ നീ, മുത്തുമുത്ത് കുയിലേ കുയിലേ സ്നേഹം തരുമോ നീ, നീ വാക്ക് ചൊല്ലുമോ നീ എൻ്റെ മാത്രമാണ്. മൊയ്തുക്ക ഡയറക്ഷൻ ആർട്ടിസ്റ്റ്, സീരിയൽ നമ്മുടെ ശരണ്യ ഉണ്ടായിരുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ അത്താണിനെ കുറിച്ചിട്ട് ആ എഴുതാനുണ്ടായിരുന്ന ഒരു സാഹചര്യം, അത് എഴുതിയ താജു അല്ലേ ആ പാട്ട്? കളിക്കൂട്ടുകാരനാണ്. അന്നത്തെ ഒരു വേദന വെറുതെ എഴുതി ഫീലിങ്സ് ഉണ്ട്. അന്ന് ഈ ഇതില് പാട്ട് പാടാൻ പറഞ്ഞ എന്നോട് ഇതിങ്ങനെ വെറുതെ എഴുതി ഞങ്ങൾ കമ്പനിക്കാർ ഇരുന്നിട്ട് അന്നത്തെ ആ സമയത്ത് ശരിക്കും റെക്കോർഡിംഗ് ആയി പാട്ട് ആയി ഇറങ്ങിയതാണ് അല്ലേ? അതിന്റെ മുമ്പ് ഇരുന്ന് പാടുമ്പോ പറഞ്ഞ കൂട്ടുകാരിൽ പലരും ഇപ്പോഴില്ല. ഷമീർ ബായി, അതാണ് ഷമീർ അല്ലാതെ വേറെ ഷമീർ ഉണ്ട്, മുജീബ്, അതൊക്കെ മണിനടിക. അപ്പൊ അന്നേരം ആ സമയത്ത് വെറുതെ ഇരുന്ന് ഇവന്റെ ഓരോ കഥകളൊക്കെ ഓർമ്മ. ആദ്യമായിട്ട് ഞാൻ ഷമീറിനെ പരിചയപ്പെടുന്നത് മദ്രസ രാത്രി ഞങ്ങളുടെ നാട്ടിൽ നമ്മളെ താഴങ്ങാടി മദ്രസ ദർസ് എന്ന് പറയും. അപ്പോൾ അന്നേരെ ഇവൻ ഭയങ്കര അടി, ചെറിയ വയസ്സിൽ അന്ന് തന്നെ അടിച്ചുകൂടി അടിക്കാരനാണ്. നല്ല ധൈര്യക്കാരൻ, പക്ഷെ പാവാണ്, ആർക്കും അറിയാത്ത പാവം. അപ്പൊ കൂത്തുപള്ളി വിട്ട നേരത്ത് ഞാൻ നേരത്തെ പാടി വരികളാണ് അല്ലേ? അതൊന്ന് ഉറക്കെ പാടിയൊന്ന് എനിക്കൊന്ന്. കൂത്തുപള്ളി വിട്ട നേരത്ത് നീ എന്നെ തല്ലിയോടിയതോർക്കുന്നു ഞാൻ, ഈ ജന്മം ആ വഴികളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. പിന്നെ കൂട്ടുകാരായി ഈ ജന്മമാ വഴി കൂട്ടുചേർന്നു നമ്മിൽ കാതര സ്നേഹാദ്രരായി വളർന്നിടക്കാണ് ഒന്നും പറയാതെ പോയി മറഞ്ഞു, ഒരു നോക്കു കാണാതെ ഒന്നൊരിയാടാതെ ഇരുളിൽ മറഞ്ഞെൻ്റെ കൂട്ടുകാരൻ. അതായത് അങ്ങനെയുള്ളൊരു അങ്ങനെ പെട്ടെന്ന് വെച്ചു ചെറിയ വയസ്സിൽ. നല്ല ആത്മബന്ധമായിരുന്നു ആ സമയത്ത്. അങ്ങാടിയും പരിസരങ്ങളും കവറുംപുറവും. താങ്ങാടി എന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പൊ കോട്ടയ്ക്ക് താമസിക്കുമ്പോഴും താജുവിന്റെ ഹാർട്ട് അവിടെയാണ് ശരിക്കും അല്ലേ? അത് കാരണം. പക്ഷെ ഇവിടെ എന്റെ കുറെ താഴങ്ങാടിക്കാർ ഉണ്ട്, കൂട്ടുകാരുണ്ട്. അല്ല എന്നാലും ആ മണ്ണിനോടൊരു ഭയങ്കര വൈകാരികത ഉണ്ട് അല്ലേ? ഷഹബാസ് ഒക്കെ വന്ന് കുറെ പൊതുവെ ഇന്റർവ്യൂ പറയുമ്പോൾ അവിടെയുള്ളൊരു അവിടെ നിന്ന് പെട്ടെന്ന് പാടി എന്തെങ്കിലും കാട്ടിക്കുട്ടി വരാൻ പറ്റില്ല. ചെറിയ മക്കൾക്ക് ഭയങ്കര മെഹദിയുടെ
മെഹദിയുടെ ഒരു ടീമുണ്ടെന്ന കയ്യിൽ നിന്ന് പോകുന്ന പറഞ്ഞേ, അതെ. കയ്യിൽ നിന്ന് പോകുന്ന. അത് നമുക്ക് ഈ നാഥ എന്നുള്ള നാഥ എന്നുള്ളൊരു അത് പാട്ട് എഴുതാൻ ഞാൻ ഈ നേരത്തെ അതാരെ എഴുതിയത് താജു? അബ്ദുള്ള വടകര. അബ്ദുൾ നല്ല ഒരുപാട് പാട്ടുകൾ അതെ. ഇഷാമുല്ലൊക്കെ എഴുതിയത്. അതിനിടക്ക് പറയട്ടെ, ഈ കൊച്ചും ഷമീറിന്റെ ഈ ഇഷാമുല്ല കുറച്ചുകൂടെ സൂപ്പർ ആയിരുന്നു. നമ്മളിപ്പോൾ ചാനലിൽ ഷമീറിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല ജനപ്രിയമായ അഭിപ്രായങ്ങളൊക്കെയാണ്. നല്ല ഫീലിങ്സ് പാടിയിട്ടുണ്ട് താജ്, ഞാൻ കേട്ടു. അത് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. കൊച്ചു ഷമീർ ഞങ്ങൾ അതെ നല്ല സുഹൃത്താണോ കൊച്ചു ഷമീർ? നല്ല സുഹൃത്തിനേക്കാളുപരി എൻ്റെ കുഞ്ഞുനാളിലുള്ള ഞങ്ങളൊക്കെ, അതായത് ഞാൻ പറയാം, ഞാനൊരു തീരദേശത്ത് ജനിച്ച്, ആ തീരദേശത്തെ ഒരു റോഡുണ്ട്. ആ റോഡിന്റെ ആ ഭാഗവും ഈ ഭാഗം തൊട്ടടുത്ത് തന്നെ, ജസ്റ്റ് ഒരു 200 മീറ്റർ വ്യത്യാസത്തിലാണ് ഞങ്ങളെ വീട്. ഷാമുല്ല പാടിയ കറക്റ്റ് മൂസൊക്കെയാണ്. പിന്നീട് താജു ഒക്കെ പാടിയിട്ടുണ്ട് അല്ലേ? ഞാൻ പാടിയിട്ടുണ്ട് കൊല്ലം. അപ്പൊ നമ്മൾ നാദയിലേക്ക് വരുന്ന നാദ എന്നുള്ളൊരു പാട്ട് അബ്ദുള്ള വടകര എഴുതിയത്. അപ്പൊ ഞാൻ ഏകദേശം പാട്ട് പാടേണ്ട ഒരു മൂഡ് വന്ന്, പിന്നെ നാട്ടിലെ പല കൂട്ടുകാരൊക്കെ വെച്ച് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. ചെറിയ കൽബാണ ഫാത്തിമക്ക് മുമ്പ് 7 വർക്കുകൾ എഴുതിയിട്ടുണ്ട്. ഞാനല്ല പ്രൊഡ്യൂസർ. അപ്പോൾ അതിൽ അബ്ദുള്ളക്ക എഴുതി ഉപ്പ മ്യൂസിക് ചെയ്ത പാട്ടാണ്. നാഥാ എൻ്റെ നെഞ്ചകം പതച്ചുയരും ചുടുവീർപ്പിൽ ഞാനിന്നും പാടുന്ന നിൻഹന്തുകൾ പാടിക്കരയുന്ന ഈ പൂത്തരാവും ബഹറും സമാവും അഴക അമീതനേ ഇലാഹി അഴകയമീതനേ നാഥാ എൻ്റെ നെഞ്ചകം പതച്ചുയരും ചുടുവീപ്പ ഞാനിന്നും പാടുന്ന നിൻഹന്തുകൾ പാടിക്കരയുന്ന ഒരു ആത്മീയതയുടെ ഒരു 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 ഏരിയ ഉണ്ടാവും. പല വരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്, വരിയുണ്ട് അബ്ദുള്ളക്കേത്. ത്വാഹ റസൂലിൻ മേറാജിലേറാ താരവിളക്കുകൾ കൊളുത്തിയ കാലമേ. ഈ അബ്ദുള്ള വടകര ഒരു അസാധ്യ സംഭവം, ഭയങ്കര ഭീകരം. അതായത് താരവിളക്കുകൾ ഡെക്കറേഷൻ ചെയ്ത താരവിളക്കുകൾ കൊളുത്തിയ കാലമേ കാണാത്ത തസ്ബീഹുദിത്തു കാണാത്ത തസ്ബീഹുദിത്തു നിത്യരത്നഞ്ചൊക്ക് തേറ്റെടുത്തോ നീ. 5 ഒക്കത്ത് എന്നൊക്കെ പറയുന്നില്ലേ? രത്ന 5 ഒക്കത്ത് ഏറ്റെടുത്തോ. അതെ അതെ. തൗഹീദിനി കാലത്തിനോടാ ചോദിക്കുന്നത്. തൗഹീദിനി മാനലങ്കരിച്ചു നാഥാ. ചില ഇതാണ് ഉപ്പയെ ഓർമ്മിച്ചു പോയി. കാരണം ആ വരികൾക്ക് എത്ര സുന്ദരമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ സംഗീതം ചെയ്തത്. ദർജപ്പൂ ശരിക്ക് പിന്നെ ഒരു ഇപ്പം മലയാളി വല്ലാതെ ഏറ്റെടുത്ത ഒരു സാധനമാണ്. കണ്ണൂർ ഷെരീഫ് ഖാ എന്ന് പറയുന്നൊരു സിംഗർ, കലാകാരന്, പാട്ടുകാരൻ. അദ്ദേഹം അതിന് മുമ്പും നല്ല കഴിവുള്ള പാട്ടല്ല. ആ പാട്ട് പാടുന്നതിന് മുമ്പ് ഒരുപാട് റീമിക്സ് സോങ്ങുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത്. ഈ ഉപ്പ മ്യൂസിക് ചെയ്ത പാട്ട് ഷെരീഫ് ഖാ പാടുമ്പോൾ ഷെരീഫ് ഖാക്ക് ആദ്യം ഉപ്പയെക്കുറിച്ച് കേട്ടറിവും ഉപ്പയുടെ പാട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെരീഫ് ഖാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളൊപ്പ. അപ്പോൾ ആ ഒരു അടുപ്പം ഇവർ തമ്മിൽ പാട്ടുകൾ പാടിപ്പിക്കുക, ഭയങ്കര ഒരു കുട്ടിക്കളികളൊക്കെ ഉണ്ടാവും. അത്ര അടുപ്പം തമാശയും കളിയൊക്കെ പറയും. പക്ഷേ ഷെരീഫ് ഉപ്പയും പാട്ടിലേക്ക് റെക്കോർഡിങ് അടുക്കുന്ന ഞാൻ കേട്ടറിഞ്ഞ കാര്യമാണ്. ആ സമയത്ത് ഷെരീഫ് ഖാ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ മറ്റുള്ള മ്യൂസിക് ഡയറക്ടറൊക്കെ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇതിൽ ഉപ്പ എപ്പോഴും പറയും ഷെരീഫ് ഖാനെ കുറിച്ച്, അവർ മാപ്പിളപ്പാട്ട് ഗായകൻ മാത്രമല്ല പണ്ടേ പറയാറുണ്ട് ശരിക്കും വലിയൊരു പാട്ടുകാരനാണ് പറയും. പിന്നീട് ഞാനൊക്കെ ഷെരീഫ് ഖായുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി സ്വന്തമായിട്ട് എൻ്റെ വില്യാപ്പള്ളിയുടെ ടീമുകളായിട്ടൊക്കെ ചങ്ങാതിമാരുടെ കൂടെ ചേർന്ന് വടകര ഷാദിമാലിലൊക്കെ പരിപാടി വെച്ചിട്ടുണ്ട്. ഷെരീഫ് ഖായുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് റിയലായിട്ട്.
അതായത് ഒരു വരിയെങ്കിലും കോറസ് നിന്ന് പാടാൻ മതി. അങ്ങനെയുള്ള എനിക്ക് അള്ളാഹു ഷെരീഫ് കട കൂടെ എത്രയോ ഗൾഫ് യാത്രകളും നാട്ടിലും കേസറ്റിലും എൻ്റെ മ്യൂസിക് ഒരുപക്ഷെ എൻ്റെ മ്യൂസിക്കിൽ ഞാൻ ചെയ്തൊരു പാട്ടാണ്. എൻ്റെ ഷെരീഫ് ഇതിൻ്റെ മുമ്പ് പറഞ്ഞാണ്, എടാ ഞാൻ ഏറ്റവും കൂടുതൽ ഓപ്പൺ സോങ് പാടിയ ഭക്തി ഗാനം ഒരുപക്ഷെ നീ ചെയ്ത അള്ളാഹുവിൻ്റെ അദാബ് എന്നുള്ള പാട്ടായിരിക്കും. എന്തായിരുന്നു പാട്ട്? സിറാജ് ഒഞ്ചി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, നമ്മളെ നേരത്തെ പറഞ്ഞ മുല്ലപ്പൂല്ലേ ഔഷാദിന്റെയും എൻ്റെ സ്നേഹിതൻ ഇപ്പൊ ദുബായിലാണ്. ആ പാട്ട് അള്ളാഹുവിൻ്റെ താജു എല്ലാ വേദിയിലും പാടാറുണ്ട് പാട്ട് പൊതുവെ. ഞാൻ മ്യൂസിക് ചെയ്താണ്. പക്ഷെ എനിക്ക് അന്ന് ആ സമയത്തൊക്കെ അതിന്റെ ലിറിക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നേ ദുനിയാവിലാരുണ്ട് ഹയ്യുൽ ഖയ്യൂമേ ഓരോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ശരിക്ക് ഉള്ളിലൊരു ചെറിയൊരു പാട്ടുകാരനുണ്ടെങ്കിൽ അല്ലെ സംഗീതത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് രാഗം അല്ലെ പിന്നെ അതിൻ്റെ പിച്ച് ഇതൊന്നും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ പറയാൻ അറിയില്ലെങ്കിലും നമ്മൾ ഉള്ളിലൊരു ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലൊരു മ്യൂസിഷ്യനുണ്ട്, ആർക്കും കമ്പോസ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ അതിൻ്റെ ബേസ് പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നൊട്ടേഷൻ പ്രകാരമൊക്കെ ഇപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം ഈ ലാൻഡിങ് പൊസിഷൻ. ഇപ്പോൾ ഉപ്പ പാടിയൊരു പാട്ടുണ്ട് അതല്ല, ഞാൻ അങ്ങനെയായിരുന്നു പാടല്. അങ്ങനെയല്ല ഇല്ല. അപ്പോൾ ഷെരീഫ് ഒരു ദിവസം പറഞ്ഞു ഉപ്പ ചെയ്ത പ്രത്യേകതകൾ കദ്രികത്തും റസൂലിൻ്റെ തിരുറമാശരീഫൻ്റെ കരൽ കൊണ്ട് കണി കാണാൻ വിധി കൂട്ടല്ല റൂട്ടാണ് അല്ലേ വിധി കൂട്ടല്ല. ഞാൻ ആദ്യം പഠിയ എങ്ങനെ കദ്രികത്തും കേൾക്കുമ്പോ അതെ അതെ അതെ. പക്ഷെ അതല്ല പാട്ട്, അതല്ല പാട്ട്. ഇതും ഉപ്പയെ കുറിച്ച് പല കൈതപ്രം സാറ് ഉപ്പയെ ആദരിക്കുന്ന ഒരു പരിപാടിക്ക് വളരെ ടൗൺ ഹാളിൽ വെച്ച് പറഞ്ഞു, ഉപ്പയും കൈതപ്പ മാഷൊക്കെ ഒരുപാട് കാലത്ത് ബന്ധവും അടുപ്പം. അന്ന് ഞാൻ അഭിമാനത്തോടെ കേട്ടാസ്വദിച്ചൊരു വരിയുണ്ട് കൈതപ്രം സാറിൻ്റെ. ഷഹബാസ് അങ്ങനെ എല്ലാവരും ഒരുപാട് പ്രമുഖരുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം, അതായത് ഇപ്പോൾ ആദരിച്ചതിൻ്റെ ശേഷം പ്രഭാഷണം കൈതപ്രം ദാമോദര മാഷ്, ഇത് സംഗീതത്തിൻ്റെ സ്വർണ്ണഖനിയാണ് പറഞ്ഞു. ഇത് സംഗീതത്തിൻ്റെ സ്വർണ്ണഖനിയാണ്, ഇവിടെ ആർക്കും കുഴിച്ചെടുത്ത് കൊണ്ടുപോകാം. അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചൊരു സംഗതി ഉണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ലാൻഡിങ് നോട്ടോ അല്ലെങ്കിൽ ഈ നോട്ട് അതിൻ്റെ പൊസിഷൻ ഒന്നും അറിയില്ല. സംഗീതപരമായിട്ട് സംഗീതം ചെയ്യുമ്പോൾ അതിൻ്റെ വശങ്ങൾ അറിയില്ല. അക്കാദമിക്കലായിട്ട് ബിരുദമല്ല, അത് അക്കാദമിക് കിട്ടില്ല. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴാണ് ഈ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഷെരീഫ് പോലുള്ള ആർട്ടിസ്റ്റുകൾ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. കദ്രികത്തും റസൂലിൻ്റെ തിരുറമാശരീഫൻ്റെ കരൽ കൊണ്ട് കണി കാണാൻ വിധി കൂട്ടല്ല വിധി കൂട്ടല്ല. നമുക്ക് നാസിയ ഒന്ന് സുധി ഇല്ല, എന്നാലും നാസിയ ഒന്ന് പാടാം നമുക്ക്. എനിക്ക് ഇതൊക്കെ ഞാൻ വെറുതെ ഒരു ഇമ്പത്തിന് പിടിക്കാനല്ല. ഞാനറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ നീ വന്നിരുന്നു നിലവിലും നീയ കനവിലും നീയ കരളിൻ്റെ കൂട്ടിലും നീയ നാസിയ 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 നീ പോലും
അറിയാതെ ഞാൻ എൻ്റെ കരളിൽ ഒരു കൂട് കൂട്ടി കിളിയേ വരുമോ നീ എൻ്റെ ജീവിത സഖിയ കരളിൻ്റെ കരളായ ദാസിയ. ആ സമയത്ത് എന്തൊക്കെയോ, പക്ഷെ അന്ന് ആ പേരിന്റെ ട്രെൻഡായിരുന്നു. ആ പേരിൻ്റെ ട്രെൻഡും പിന്നെ അതിലൊരു പാട്ടുണ്ട്, അതിലൊരു ജീവിതമുണ്ട്, അതിലൊരു പ്രണയമൊക്കെ ഉണ്ട്. നമുക്ക് കൽബാണ് ഫാത്തിമ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് താളം പിടിച്ച് അത് അങ്ങനെ പ്രകൃതിയിലേക്കൊക്കെ പോയി ഒരു വലിയ സംഭവമായത്. ഒരുപാട് മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കുന്നതിൽ കൽബാണ് ഫാത്തിമ വഹിച്ച പങ്ക് ഭയങ്കര സംഭവമാണ്. മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കുക, ജനപ്രിയമാക്കുക എന്നുള്ള സാധനത്തിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു സൂപ്പർ വേൾഡിൻ്റെ ആ കാലത്ത് ഇനിയും കൽബാണ് ഫാത്തിമയൊക്കെ ഉണ്ടാവാനും ഇനി പുതിയ ഒരു കൽബാണ് ഫാത്തിമയൊക്കെ താജുവിൽ നിന്ന് ഉണ്ടാവട്ടെ. ഞാൻ മൊയ്തു സാഹിബിൻ്റെ അടുത്ത് ഇരുന്നിട്ട് വെറുതെ പറഞ്ഞില്ല. കാരണം പ്രിയമുള്ളവരെ, ഇത്രയേരം സംസാരിച്ച വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ക്ഷമിക്കുക. പക്ഷെ ഞാൻ എപ്പോഴും പറയും, ഞാൻ അത്യാവശ്യം തമാശ പറയുന്ന ആളാണ്. എൻ്റെ കൂട്ടുകാർക്കറിയാം, നന്നായിട്ട് ചിരിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ചിരിക്കണമെങ്കിൽ ചില്ലറ പണി പോരാ, എനിക്ക് അത്രയും ഹേർട്ടി ആയിരിക്കണം. മൊയ്തുക്കാൻ്റെ ചില സംഗതികൾ. ഞാനും മൊയ്തും പിണങ്ങിയാൽ പിന്നെ മജീദിനോട് മൊയ്തു പിണങ്ങും. സ്വന്തം ഉപ്പാന്റെ പെങ്ങളെ മോനായി അല്ല പെങ്ങളെ മോൻ, മജീദിന് ഉപ്പാന്റെ പെങ്ങളെ മോൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, മജീദ് ഗൾഫിൽ നിന്ന് വന്ന സ്പോട്ടാ മൊയ്തു വിളിക്കലുണ്ടാ. ഞാൻ പറഞ്ഞു 3 മാസമായി തെറ്റിയിട്ട്. എന്നാൽ ഇന്ന് ഓവർ പിടിച്ചുമെന്ന് നമുക്ക് മധ്യസ്ഥ. അപ്പോൾ മൊയ്തുവിനെ വിളിപ്പിക്കും മജീദ്. അപ്പോൾ നന്നാകും, വേഗം നന്നാകുകയും ചെയ്യും. പിന്നെ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ TP വധം, അതിൻ്റെ ഒരു അനുബന്ധിച്ചൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത് മൊയ്തു സാഹിബാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം, പ്രത്യേകിച്ചും വടകര രാഷ്ട്രീയം അന്നും ഇന്നും അടിമറച്ചൊരു, നമ്മുടെ രാഷ്ട്രീയം തന്നെ പ്രക്ഷുബ്ധമായി പോയ ഒരു വിഷയമായിരുന്നു, ഒരു മരണമായിരുന്നു, ഒരു കൊലപാതകമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സിനിമ എടുക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും സാങ്കേതിക പ്രശ്നങ്ങളും പല സഹകരണമില്ലാത്ത ഒരുപാട് പ്രയാസങ്ങൾ അതിൻ്റെ ഷൂട്ടിങ് തീർക്കാൻ വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ പരിപൂർണമായിട്ട് അറിയുന്നില്ല. ഏതോ ഒരു ദിവസം ഷൂട്ടിങ് എന്തെല്ലോ കാരണത്തെ മുടങ്ങിപ്പോയ ടെൻഷനിൽ വടകര നിൽക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഓവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊയ്തുക്കാൻ്റെ കോമഡി ചെറിയ കാര്യങ്ങളെ പറയൂ. അപ്പോൾ ഞാൻ മൊയ്തുക്കാരോട് വെച്ചു, പിന്നെ അല്ല TP വധക്കേസിൻ്റെ സിനിമ TP 51 വിട്ട് എവിടം വരെ എത്തി? എൻ്റെ ഒരു നോട്ടം. ഞാൻ ചോദിച്ച കേട്ടിട്ടില്ല എന്ന് കരുതി ഞാൻ പിന്നെയും ചോദിച്ചു. അല്ല ഇത് മറ്റേ TP വധം 51 വിട്ട് എവിടെ എത്തി? എടാ മിക്കവാറും ഒരു 10-72 വിട്ടുപോയിട്ട് ഞാൻ ആ ഒരു മർമ്മം ഉണ്ടല്ലോ, നർമ്മത്തിൻ്റെ ഒരു മർമ്മം. ഈ 51 വെട്ടിൻ്റെ കഥ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോ 72 വെട്ടെടുത്താലും പോകും. നമ്മളെ തമ്മിലുള്ള ഒരു വൈകാരികം, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ചർച്ചയല്ല, ഒരു ഇന്റർവ്യൂ ഷെയർ ചെയ്യാൻ പറ്റത്ത നിങ്ങൾ വന്നതിന് ഇതിനാണ്. അതായത് താജുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക. താജുവിന്റെ ഞാൻ താജുവിന്റെ ഉപ്പാന്റെ ആരാധകനാണ്. കാരണം ഇന്നലെ രാവിലെ മാറത്തൂർ ഞാൻ ഈ മ്യൂസിക് റിസർച്ച് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ചിലപ്പോൾ മെഹദി ഹസന്റെ പ്യാരുബരയൊക്കെ കേട്ടാൽ എനിക്ക് മനസ്സിലായി. ഗുലാം അലിയും മൊയ്തു സാഹിബ് ഇടക്ക് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്, പണ്ടേ പാടുന്ന പാട്ട്. പിന്നെ വേറൊരു പാട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ലൈല മജ്നു ഒക്കെ സലീം ഖാന്റെ പാടുന്ന. അതെ അതെ, ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ അതൊക്കെ സ്പഷ്ടമാണ്. എന്നാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് താജുവിന്റെ ഒരു കൽബാണ് ഫാത്തിമ വീണ്ടും ഉണ്ടാവട്ടെ. മജീദിനെ പോലത്തെ നല്ല ഹൃദയം കൽബ് തൊടുന്ന എനിക്ക് ഞാൻ നേരത്തെ ഞങ്ങളെ സംസാരത്തില് ചില സംഗതികളുണ്ട്. അതായത് എനിക്കിനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പണ്ട് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയ പാട്ടുകാരനാണ്. ആ പാട്ടിൻ്റെ മ്യൂസിക്കിൻ്റെ ഓരത്ത് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കണം. കാരണം എനിക്ക് കെട്ടിക്കിടക്കുന്നൊരു ജോലിയോ കാര്യങ്ങളോ, അതായത് ഒരു ഇൻഫ്രെയിം ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിമിഷം വരെ, നാളെ എന്താണെന്നറിയില്ല, ഇതിൻ്റെ മേലെ പോയിട്ടില്ലെങ്കിലും ഇങ്ങനെ പയ്യെ ജീവിച്ച് മരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുള്ളൂ. വേറെ വലിയ ആശയമുള്ളൂ. പക്ഷെ ഒരു
വലിയൊരു ആശയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് പറ്റാതെ പോയ ഇത് ആഗ്രഹങ്ങളാണ്. ഈ ചിലപ്പോൾ ഇൻ്റർവ്യൂ കണ്ടിട്ട് നാളെ ആരെങ്കിലും വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു വരിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ പാട്ടുകൾ സിനിമയിൽ ഇപ്പോൾ ദർജപ്പ് വന്നു, ഞാൻ പാടിയ കൽബാണ് ഫാത്തിമയുടെ കുറച്ച് വരികൾ എൻ്റെ വോയിസായിട്ടും മറ്റുള്ള ആൾക്കാരുടെ മ്യൂസിക് ചെയ്തു. പക്ഷെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഉപ്പയുടെ ഒരു പാട്ട് എനിക്ക് പാടണമെന്നോ എനിക്ക് മ്യൂസിക് ചെയ്യണമെന്നില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാദർഷ്കടൊക്കെ പറഞ്ഞിരുന്നു, നല്ലൊരു അവസരം ഏതെങ്കിലും തരത്തിൽ നാദർഷ്ക തന്നെ പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നാദർഷ്ക ഇതിന് മുമ്പ് ഇന്നലെ രാവിലെ എന്നുള്ള പാട്ട് ഏതൊരു സിനിമയിൽ ചേർക്കേണ്ട ഒരു അവസരം ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറ്റില്ല എന്ന് പോയി മാറ്റിയതാണ്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഉപ്പയുടെ സംഗീത കാലം ഒന്നും മായ്ച്ചു കളയില്ല, അത് നടക്കും. അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെന്നൈയിലേക്ക് മദ്രാസ് എന്നാണ് പറയാം, ചെന്നൈ എന്ന് പറയില്ലല്ലോ, മദ്രാസിലേക്ക് ഒരു ഫിലിമിന് മ്യൂസിക് ചെയ്യാനും പാടാനും പോകുന്ന വേളയിലാണ് കോഴിക്കോട് വെച്ച് ആക്സിഡൻ്റ് ആയിട്ട് ആ യാത്ര മുടങ്ങി. പിന്നീട് ആ ഒരു വക യാത്രകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെൻ്റെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രസികനും ഞാൻ നേരത്തെ ആദ്യം പിടിച്ചാൽ കിട്ടാത്തൊരു കഥാപാത്രമായിരുന്നു. ഞങ്ങളെ നാട്ടിൽ പറഞ്ഞാൽ പൂഴിയും കൂട്ടി പിടിക്കണം, അതായത് കയ്യിൽ നിന്ന് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പൂഴി കൂട്ടി പിടിക്കണം. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം എനിക്ക് നൽകിയ ഒരു അവസരം, അത് നിങ്ങളെ നാട്ടിലെ പഴയ ആൾക്കാർ പറയുന്ന ഭാഷയിൽ പറഞ്ഞ ബസ് കേടായിട്ട്. അതെ, ബസ് കേടായിട്ട്. എന്തായാലും ഇവിടം വരെ എത്തി, ഒരു തുടക്കം കുറിച്ച നാൾ എന്ന നിലക്ക് ഞാൻ കുറേ ഇൻ്റർവ്യൂ, പ്രത്യേകിച്ച് കഴിഞ്ഞ റമദാനിൽ എനിക്ക് അങ്ങനെ ജാടെ പറയുന്നതല്ല, ഇന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ അത്രയും ഹാർഡ് വർക്ക്, രാവിലെ തൊട്ട് എൻ്റെ സ്നേഹിതൻ്റെ മോളെ. പക്ഷെ എന്നെ തള്ളാൻ പറ്റില്ലല്ലോ നിനക്ക്. അതായത് എനിക്ക് ഞാൻ പിന്നെ നന്ദിയില്ലാത്തവനെ, ഹാർട്ട് ഹൃദയം പറിച്ച് ചെമ്പരത്തി പോവാണെന്ന് ചോദിക്കരുതടാ താജു. അല്ല, എന്താ പറയാ, അത് ചില സംഗതികളുണ്ട് മൊയ്തുഭായി. നമ്മളെ മജീദ് ഒക്കെ നമുക്ക് മജീദ് നിമിത്താണ്. അതെ അതെ അതെ, മജീദ് വന്ന കല്യാണമായിട്ട് ബന്ധപ്പെട്ട് മജീദ് ഭയങ്കര സത്യം. ഞാൻ തമാശ പറയുന്നില്ല, നമ്മളെല്ലാം മരിച്ചു പോകും ഇൻഷാ അല്ലാഹ്. അത് എന്നും നമുക്ക് സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ് മരണം. പക്ഷെ നമ്മളൊക്കെ നന്മകൾ, ഞാൻ പലപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെട്ടു എല്ലാ നന്മകൾ ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമായിരിക്കും. എനിക്ക് തോന്നില്ല പറയുന്നത് അലാക്കിൻ്റെ അവലിക്കഞ്ഞാവും ഒരിക്കലും പറയോ. നമുക്ക് നമ്മളെ നമ്മളൊക്കെ നന്മകളൊന്നും അങ്ങനെ നിൽക്കട്ടെ, നമ്മൾ കേൾക്കണ്ട വേറെ ആൾക്കാർ പറയുന്നത്. എവിടെയെങ്കിലും ഒരു തെളിനീര് പോലെ ഒരു പ്രകാശം പരത്തുന്ന. അല്ല, ഇന്നലെ നമ്മളെ VC മുനീർ കമന്റ് ഇട്ടിട്ടുണ്ട്, ഭയങ്കര ഫീൽ ചെയ്ത് എനിക്ക്. അതെ അതെ, മുനീർ സാഹിബ് നല്ല VC മുനീർ സാഹിബിന്റെ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എത്ര പേര് അത് കേട്ടു എന്നത് പ്രശ്നമല്ല, എത്ര ലൈക്ക് കിട്ടി അതല്ല പ്രശ്നം. നിങ്ങളൊന്ന് അത് അവതരിപ്പിച്ചു എന്ന്. അതെ, ഏറ്റവും വെറൈറ്റി, ഏറ്റവും മൊയ്തുഖാന്റെ പ്രത്യേകത. അതെ അതെ, അഭിനന്ദിക്കുന്നു കേട്ടോ, തമാശ പറയുന്നില്ല. ഷമീറിന്റെ ഇന്റർവ്യൂ അല്ലെ, നമ്മളെ ചാനലിന് അഭിനന്ദിച്ച, ഞാൻ വ്യക്തിപരമായി അല്ല, നമ്മളെ ചാനലിന് അഭിനന്ദിച്ചാൽ മതി. കാരണം ചാനലിൽ എഫേർട്ട് എടുത്തല്ലോ. അതിന് ചാനലിന്റെ മാത്രമല്ല, ഞാൻ തുറന്നു പറയാം, ഞാൻ ഉംറക്ക് പോയ സമയത്ത്, ഉംറക്ക് കഴിഞ്ഞ് വരാൻ നേരത്താണ് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് മജീദ് അയക്കുന്നത്. അല്ല, ഷമീർ എന്നുള്ള വ്യക്തിയല്ല, ഷമീറിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഏത് കലാകാരൻ. അതായത് ഒരുപാട് ക്രിയേഷൻസ് ചെയ്ത ഒരുപാട് കലാകാരന്മാരുണ്ട് പല മീഡിയകളിൽ. നാടൻ പാട്ടിലുണ്ട്. ഇപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ആദ്യമായിട്ട് അവസാനമായിട്ട് മൊയ്തുക്കാട് ഒന്ന് പറഞ്ഞു, എന്നെ ഇവിടെ ഇരുത്തിയതുപോലെ നമ്മളെ ഭരതൻ കുട്ടോത്തിന് എന്റെ മനസ്സിലുണ്ട്. സത്യം പറയാം. അതെ അതെ, അത് ഞാൻ ചാനലുമായിട്ട് എന്റെ മനസ്സിലുണ്ട്. അതെ, അത് വേറൊരു കൊച്ചി ഷമീറാണ്, വേറൊരു ലെവല് കക്ഷിയാണ്. ഭരതൻ കുട്ടോത്തിന് ഒരു അവസരം കൊടുക്കും. ഞാൻ എന്റെ താജു, നീ പറഞ്ഞത് കൈതാ എനിക്ക് ഇതൊക്കെ ക്യാമറ. ഞാൻ എന്റെ മനസ്സിലുണ്ട്. കാരണം ഭരതന്റെ വീട്ടിൽ എന്തോ ആരും ഇല്ല, അവനാരും ഇല്ല, രക്ഷിതാക്കളൊന്നും ഇല്ല. ഇല്ല, ഭരതൻ കുട്ടോത്ത് നാടൻ പാട്ട് പാടുന്ന, മാപ്പിള രാമായണം പാടുന്ന കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിക്കുക. മാപ്പിള രാമായണം ഇങ്ങനെ പാടുമെന്ന് ഞാനിങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് മേലോട്ട് നോക്കി കിടന്നിട്ടുണ്ട് താജു. പ്രളയത്തിന്റെ സമയത്ത് ഞങ്ങളുടെ ടീം ഭരതൻ കുട്ടോത്തിന്റെ വീട്ടിൽ പ്രളയത്തിന്റെ സമയത്ത് പല കലാകാരന്മാരും പാട്ടുകൾ ഞാനടക്കം
മറ്റു പല പാട്ടുകളും പാടിയ പാട്ട്, എൻ്റെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുമ്പോൾ ഭരതം വേറെ ഒരു സാധനം ഇട്ടു. അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻ ആ പ്രളയത്തെക്കുറിച്ച് തന്നെയായിരുന്നു. ഏതെല്ലാം കാലത്ത് പ്രളയം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പിന്നെ ജനങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ, അവരെ അതിൻ്റെ ശേഷം ചെയ്യുന്ന ചൂഷണങ്ങൾ, അന്നിൻ്റെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പാടി ജനങ്ങൾ കംപ്ലീറ്റ് കൈയടിച്ചു. എല്ലാം പിന്നെ കുട്ടത്തിനെ കാണുന്നില്ല. പോയിക്കളെ അദ്ദേഹത്തിന്റെ കർമ്മം നിർവഹിച്ചു. അതെ പോയിക്കളെ. അവർ വേറെ ഞാനിങ്ങനെ അല്ലല്ലോ, വേറെ ജോൺ അബ്രഹാമാണ്. നിൽക്കൂല, ഒരു സ്ഥലത്ത് നിൽക്കില്ല. അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല അല്ലേ. പ്രഗത്ഭനായ കലാകാരൻ, വടകരയുടെ ഒരു സ്വത്താണ്. ഞങ്ങളെ ടീം, ഞങ്ങളെ ചാപ്റ്റർ 4 ടീം അങ്ങ് പോവും. എൻ്റെ ലിസ്റ്റിലുണ്ട് താജു, അത് നീ എന്തോ ദൈവികമായിട്ട് പറഞ്ഞതാണ്. അപ്പം ഒരു കൽബാണ് ഫാത്തിമയുടെ വരികൾ പാടി നമുക്ക് 2 വരിയോടെ 2 വരി. ഒരു കൊച്ചു മൺകുടിലാമെന്നുള്ളം ഒരു 100 സ്നേഹത്തിൻ മാളിക, ആരാരും അറിയാത്ത എന്നെ അറിഞ്ഞ് ആർക്കും കൊടുക്കാത്ത കൽബ് തന്നു, ആർക്കും കൊടുക്കാത്ത കൽബ് തന്നു, ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ച നീയാണ് ഫാത്തിമ, ഫാത്തിമ.